ഹലോ ഫ്രണ്ട്സ്, നീഡ്സ് വീക്കെൻഡ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം റീസെൻ്റായി ലോഞ്ച് ചെയ്ത രണ്ട് ബൈക്കുകൾ തമ്മിലുള്ളൊരു കമ്പാരിസനാണ്. അപ്പോൾ എൻ്റെ പഴയ എക്സ്പൾസ് 200 റാലി എഡിഷൻ സെയിൽ ചെയ്തിട്ട് വേറൊരു വണ്ടി വാങ്ങുന്ന കുറച്ച് ദിവസമായി വിചാരിക്കുന്നു. അപ്പം എൻ്റെ റീസെൻ്റായി ലോഞ്ച് ചെയ്തതിൽ ഏറ്റവും എനിക്ക് അഭിയോജ്യമായ സ്യൂട്ടബിളായ രണ്ട് ബൈക്ക് എന്ന് വെച്ചാൽ എക്സ്പൾസ് 210 പിന്നെ KTM 250. ഇപ്പോൾ റീസെൻ്റായി ലോഞ്ച് ചെയ്ത KTM 250 അഡ്വഞ്ചറാണ്. എൻ്റെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രണ്ട് വണ്ടികൾ ഏകദേശം. അപ്പം ആ രണ്ട് വണ്ടികൾ ഞാൻ കുറേ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്തു, കുറേ യൂട്യൂബിൽ വീഡിയോ ഒക്കെ കണ്ടു, പിന്നെ റിവ്യൂ ഒക്കെ ഓൺലൈൻ കുറേ റിവ്യൂ ഒക്കെ നോക്കി ടെസ്റ്റ് ഡ്രൈവ് 2-3 പ്രാവശ്യം ടെസ്റ്റ് ഡ്രൈവ് ചെയ്തായിരുന്നു ഞാൻ. അപ്പം ആ രണ്ട് ബൈക്കുകൾ തമ്മിലൊരു കമ്പാരിസൺ വീഡിയോയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. രണ്ട് ബൈക്കും ആക്ച്വലി കമ്പനി പ്രൊപ്പോസ് ചെയ്യുന്ന രണ്ട് ഡിഫറെൻറ്റ് രീതിയിലാണ് അതിൻ്റെ പർപ്പസ്. അതായത് KTM 250 അഡ്വഞ്ചർ KTM പറയുന്നത് വെച്ചാൽ അതൊരു ടൂറിങ് സെഗ്മെൻറ്റിൽ വരുന്ന വണ്ടിയാണ്. പിന്നെ ഹീറോ കമ്പനി പറയുന്നത് അതൊരു ഓഫ് റോഡ് ഓറിയൻറ്റഡ് ബൈക്കാണ്. അപ്പോൾ ഇതാണ് മേജർ ഈ രണ്ട് ബൈക്കും തമ്മിൽ ഡിഫറൻസ്. പക്ഷേ ഒരു കോമൺ മാൻ്റെ ആംഗിൾ നോക്കുമ്പം രണ്ടും ആക്ച്വലി ടൂറിങ്ങും ചെയ്യാൻ പറ്റും, അതേസമയം ഓഫ് റോഡും ചെയ്യാൻ പറ്റും. പക്ഷേങ്കിൽ അത് ഓഫ് റോഡ് കേപ്പബിലിറ്റി കൂടുതലുള്ളത് ഹീറോ എക്സ്പൾസ് 210 ആണ്. ആൻഡ് സസ്പെൻഷനും ആ ഒരു നിമ്പിൾ ഹാൻഡ്ലിങ് അതൊക്കെ എക്സ്പൾസ് 210 കൂടുതലുള്ളത് കമ്പയർ ടു അഡ്വഞ്ചർ 250. അതാണ് മേജർ ഡിഫറൻസ് വരുന്നത്. പിന്നെ ടൂറിങ്ങിന് കുറച്ചും കൂടി കേപ്പബിൾ ആയിട്ടുള്ളത് അഡ്വഞ്ചർ 250 ആണ്. അപ്പം നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് ലാസ്റ്റിലോട്ട് ഏകദേശം ഒരു ഐഡിയ കിട്ടും നമ്മൾ ഏത് വണ്ടിയാണ് നമ്മൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അതായത് പ്രീമിയം അഡ്വഞ്ചർ ആയിട്ടുള്ള KTM 250 അല്ലെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത് എക്സ്പൾസ് 210. സോ ഫസ്റ്റ് തിങ് നമ്മൾക്ക് രണ്ട് ബൈക്കിനെ പറ്റിയുള്ള ഡിസൈൻ ഏതൊക്കെയാണ് ഡിഫറൻസ് എന്ന് നോക്കാം. നമുക്ക് രണ്ട് ബൈക്കിന് തമ്മിലുള്ള ഡിഫറൻസ് ഡിസൈൻ പാർട്ടിൽ. അതായത് KTM 250 അഡ്വഞ്ചർ ഒരു ദക്കാർ റാലി ലുക്കിലാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇതേ സമയം എക്സ്പൾസ് 210 ഒരു ഓഫ് റോഡ് ബൈക്കിൻ്റെ ലുക്കാണുള്ളത്. അതായത് ഡേർട്ട് ബൈക്ക് ലുക്കിലാണ് ഇറങ്ങിയിട്ടുള്ളത്. സോ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി പ്രീമിയം ആയിട്ട് തോന്നുന്നത്, ഗ്രാഫിക്സും ആ ഒരു ഡീറ്റെയിലിംഗ് ഒക്കെ പ്രീമിയം ആയിട്ട് തോന്നുന്നത് KTM 250 അഡ്വഞ്ചറിലാണ്. ഇത് തന്നെ എക്സ്പൾസിൽ എടുക്കുമ്പോൾ പ്രീമിയം തന്നെയാണ്, പക്ഷേ ആ ഒരു ഇൻ്റർനാഷണൽ ഫീൽഡ് എക്സ്പൾസ് 210 ഇപ്പോഴും വന്നിട്ടില്ല. ഇപ്പോൾ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ എടുത്താൽ തന്നെ ആ ഒരു അഡ്വഞ്ചർ 250 ഒരു യൂറോപ്യൻ ടച്ചോ അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ ഫീലിംഗ് കിട്ടും. അതായത് ആ ഡിസൈൻ അവരുടെ ആ കളർ സെൻസും ആ ഒരു ഡീറ്റെയിലിംഗ് ഒക്കെ വേറെ തന്നെയാണ്. ഇതേസമയം എക്സ്പൾസിന് ആ ലെവലിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല ഇതൊരു എക്സ്പൾസ് 210. കളർ ഓപ്ഷൻസ് എടുത്ത് നോക്കിയാൽ എക്സ്പൾസ് 210 ഒരു ബ്ലൂ കളർ ഒരു ഓപ്ഷനും പിന്നെ സെക്കൻഡ് ഓപ്ഷൻ നമുക്ക് ഉള്ളത് ഗ്രേ കളറാണ്. ഇതേസമയം KTMലുള്ളത് ഓറഞ്ചും പിന്നെ വൈറ്റും ആണ്. പിന്നെ സൈസിൻ്റെ കാര്യത്തിൽ KTM 250 അഡ്വഞ്ചറാണ് കുറച്ചും കൂടി വലിപ്പം തോന്നുന്നത്. ആക്ച്വലി വ്യൂവിൽ എക്സ്പൾസ് കുറച്ചും കൂടി ചെറിയ വണ്ടി പോലെയാണ് ഫീൽ ആവുക. അത് പ്രത്യേകിച്ച് അതിന് മേലേക്ക് ഇരുന്നാൽ സീറ്റിലിരിക്കുമ്പം അതായത് KTM 250 കുറച്ചൊരു ബിഗ് ബൈക്ക് ഫീലാണ് ഉണ്ടാവുക. അതേസമയം എക്സ്പൾസ് 210 കുറച്ചൊരു നോർമൽ ഒരു ബൈക്കിൻ്റെ ഒരു ഫീലാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. അത് പഴയ എക്സ്പൾസിനേക്കാളും കുറച്ച് ബിഗ് ബൈക്ക് ഫീൽ ഉണ്ടാവും, പക്ഷേങ്കിൽ നോട്ട് ലൈക്ക് KTM 250. പിന്നെ സ്റ്റാൻഡ്സ്, അതായത് റൈഡിങ് കംഫർട്ട് സ്റ്റാൻഡ്സ് എന്ന് വരുമ്പം ഏകദേശം ഒരു അപ്രൈറ്റ് പൊസിഷനാണ് രണ്ട് വണ്ടിയുള്ളത്. പക്ഷേ കുറച്ചും കൂടി കംഫർട്ട്, അതായത് ഫുഡ് പാക്കിൻ്റെ പൊസിഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ കംഫർട്ടബിൾ ആയിട്ടുള്ള വണ്ടി എക്സ്പൾസ് 210 കമ്പയർ ടു KTM കുറച്ചും കൂടി അഗ്രസീവ് പൊസിഷനിലാണുള്ളത്. എക്സ്പൾസ് കുറച്ച് റിലാക്സ്ഡ് പൊസിഷനിലാണുള്ളത്. അതായത് എക്സ്പൾസിൻ്റെ ഫുഡ് പാക്ക് കുറച്ചും കൂടി താഴോട്ട് ഇറങ്ങിയിട്ടുള്ളത്, KTMന് കുറച്ച് മേലോട്ടായി ബാക്കോട്ടായിട്ടുള്ളത്. പിന്നെ രണ്ട് വണ്ടി ലൈറ്റിംഗ് രണ്ടും LED ആണ്, പക്ഷേ കുറച്ച് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഹെഡ്ലൈറ്റ് പറയുന്നത് KTMലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ രണ്ടിലും TFT ഡിസ്പ്ലേ വരുന്നുണ്ട്. അതായത് എക്സ്പൾസിൽ രണ്ട് ഓപ്ഷൻ വരുന്നുണ്ട്. ലോവർ വേരിയൻറ്റിൽ നോർമൽ ഡിസ്പ്ലേയും LCD ഡിസ്പ്ലേയും, ഹയർ വേരിയൻറ്റിൽ TFT കളർ ഡിസ്പ്ലേ വരുന്നുണ്ട്. KTMൽ എല്ലാം വേറെ ഓപ്ഷനില്ല, കളർ TFT ആണ് വരുന്നത്. പ്രീമിയം ആയിട്ടുള്ള കളർ TFT ആണ് വരുന്നത്. ഡിസ്പ്ലേ വിസിബിളായിട്ട് ആക്ച്വലി നല്ല KTM നല്ല ഹൈയിലാണ് പൊസിഷൻ ചെയ്തിട്ടുള്ളത്. അതായത് ദക്കാർ റാലിയിലൊക്കെ വരുന്ന പോലെ ഹൈയിലാണുള്ളത്. എക്സ്പൾസ് നോർമൽ പൊസിഷനിലാണുള്ളത്. സോ രണ്ടും നല്ല വിസിബിലിറ്റിയാണ്. ഡിസ്പ്ലേ പ്രീമിയം ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ആവുക KTMലാണ് ഡിസ്പ്ലേ. ഒബ്വിയസ്ലി ആ ഒരു എക്സ്പെൻസീവ് ഡിസ്പ്ലേ ആണ് കമ്പയർ ടു എക്സ്പൾസിൽ വരുന്നത് പോലെ അല്ല. പിന്നെ നമുക്ക് സ്വിച്ച് ഗിയർ ക്വാളിറ്റി, അത് ഒബ്വിയസ്ലി KTMലാണ് പ്രീമിയം ലുക്കുള്ള സ്വിച്ച് ഗിയറിനൊക്കെ. ബട്ട് എക്സ്പൾസിന് മോശമില്ല, ആക്ച്വലി ഒരു മോഡറേറ്റ്
ഭയങ്കര ലോക്ക് ചീപ്പെന്ന് തോന്നില്ല, ഒരു ഹൈ പ്രീമിയം ലുക്ക് വരില്ല. ബട്ട് ഒരു സ്റ്റാൻഡേർഡ് സ്വിച്ച് ഗിയറാണ് എക്സ്പ്രസ്സിൽ വരുന്നത്. ബട്ട് KTM കുറച്ചുകൂടി നിങ്ങൾക്ക് ഫീൽ ആകും ഒരു പ്രീമിയം ആണുള്ളത്. ബട്ട് എത്രത്തോളം പ്രീമിയമാണ്, എത്രത്തോളം യൂസർ ഫ്രണ്ട്ലി ആണ് വണ്ടി ഓടിച്ച് കുറേ നാൾ ശേഷം മനസ്സിലാവും എന്തൊക്കെ കംപ്ലൈൻറ്റ് വരുന്ന കാര്യങ്ങളൊക്കെ. സോ എൻജിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ KTM എൻജിൻ കുറച്ചും കൂടി പവർഫുൾ ആണ്. ബട്ട് റീസെൻറ്റ് വീഡിയോസിൽ നോക്കുമ്പോൾ എക്സ്പൾസിൻ്റെ എൻജിൻ വേ ബെറ്റർ ദാൻ KTM. എന്തുകൊണ്ട് സ്മൂത്ത്നെസ്സിൽ അത് മോട്ടറിംഗ് എനിക്ക് വീഡിയോ ഒക്കെ കാണുമ്പോൾ മനസ്സിലാവും. നല്ല എക്സ്പൾസിൻ്റെ എൻജിൻ നല്ല സ്മൂത്താണ്, ബട്ടർ സ്മൂത്താണ്. സോ രണ്ട് വണ്ടിയിലും ലിക്വിഡ് കൂൾഡ് എൻജിനാണ് വരുന്നത്. നിങ്ങളൊരു ലോങ് ടൂറിങ് അതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ KTM 250 ആണ് ബെറ്റർ. ബട്ട് നിങ്ങളൊരു ഓഫ് റോഡ് നിറയെ ഒരു അഡ്വഞ്ചറൊക്കെ നിറയെ ചെയ്യണം, പിന്നെ നിറയെ പ്രാക്ടീസ് ചെയ്യണം, അതൊക്കെ നല്ല ഓഫ് റോഡ് താല്പര്യമുള്ള ആളാണെങ്കിൽ എക്സ്പ്രസ് 210 ആയിരിക്കും ബെറ്റർ. ബട്ട് ഹൈവേയിൽ ലോങ് ടൂറിങ് പോകാൻ KTM 250 ആയിരിക്കും അഡ്വൈസബിൾ. കാരണം വേറെ ഒന്നുമല്ല, അതിലുള്ള ഒരു പവറും പിന്നെ ഒരു ടൂറിങ് ഫ്രണ്ട്ലി നേച്ചറും KTM കൂടുതലാണ്. എക്സ്പൾസ് നല്ല ഓഫ് റോഡ് നല്ല പെർഫോമൻസ് ആണ്. ആ ബാക്കിലെ സസ്പെൻഷനും ഒക്കെ ലിങ്കേജ് സസ്പെൻഷനൊക്കെ തരുന്ന പെർഫോമൻസ്, ആ ഒരു റെസ്പോൺസ് ഒക്കെ നല്ല സ്മൂത്തറാണ്. റോഡിലൊരു കുണ്ടുകുഴികളൊക്കെ ഒന്നും അറിയേയില്ല. ബട്ട് KTM കുറച്ചൊരു ഹാർഡർ സൈഡിലാണ്. അപ്പോൾ ഒരുവിധം ഒക്കെ ഹാൻഡിൽ ചെയ്യും KTM. ബട്ട് നല്ല എക്സ്പൾസിൻ്റെ ആ ഒരു ഫീലിംഗ് ഇതിൽ കിട്ടില്ല. സോ സസ്പെൻഷൻ്റെ ഭാഗത്ത് നോക്കിയാൽ എക്സ്പൾസ് ആണ് കുറച്ചും കൂടി ട്രാവലിംഗ് കൂടുതലുള്ളത്. അത് മാത്രമല്ല കുറച്ചും കൂടി സോഫ്റ്റ്വെയർ പ്ലഷ് ഫീലാണ് നിങ്ങൾക്ക് എക്സ്പൾസിൽ കിട്ടുക. പിന്നെ ഫ്രണ്ട് സൈഡിൽ എക്സ്പൾസിനാണ് കുറച്ചും കൂടി ട്രാവലിംഗ് കൂടുതൽ, പിന്നെ കുറച്ചും കൂടി സോഫ്റ്റാണ്, നല്ല ഒരു കുഷ്യനിങ് ഫീലാണ് ഫ്രണ്ടിൽ ഉണ്ടാവുക. ഇതന്നെ ബാക്കിലെടുത്താൽ എക്സ്പൾസിൽ ലിങ്കേജ് സസ്പെൻഷനാണ് വരുന്നത്. KTM ഡയറക്റ്റ് ഒരു റീപൊസിഷൻ ചെയ്ത പോലത്തെ ഒരു സസ്പെൻഷനാണ് ഉണ്ടാവുക. ആ ലിങ്കേജ് സസ്പെൻഷൻ കൂടാന്ന് വെച്ചാൽ, അതായത് ചെറിയ ചെറിയ കുണ്ടുകുഴിയിൽ പോകുമ്പം ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യും, അപ്പ് ഡൗൺ ആവും. ഇതന്നെ നല്ല ഫാസ്റ്റ് ജമ്പ് അടിക്കുമ്പോൾ സ്ലോ ആയിട്ടാണ് ആ ഒരു ജമ്പ് എടുക്കുക. അത് കാരണം ബോട്ടം ഔട്ട് ആവുന്ന പ്രശ്നം ഇതിൽ വരുന്നില്ല, ലിങ്കേജ് ആയത് കാരണം. സോ നല്ലൊരു ആ റോഡുമായിട്ടുള്ള ഒരു ടയറിൻ്റെ ഒരു ടച്ച് എപ്പോഴും ഉണ്ടാവും, അതായത് എക്സ്പൾസിൽ. ബട്ട് KTM ഇതേ സമയം അവർ കൊടുക്കുന്നത് ബ്രാൻഡഡ് ഷോക്കാണ്. WP Apexൻ്റെ ബ്രാൻഡഡ്, അതായത് പ്രീമിയം ഷോക്ക് അബ്സോർബേഴ്സ് ആണ് KTM കൊടുക്കുന്നത്. സോ അതിൻ്റെ ഒരു ഗുണം വേറെ രീതിയിലായിരിക്കും. മേ ബി എല്ലാ ടെമ്പറേച്ചറിലും ഒരേപോലെ വർക്ക് ചെയ്യും അത് ആക്ച്വലി. ബട്ട് ഇതിൽ കുറച്ച് ഹീറോയിന് പ്രൊവൈഡ് ചെയ്യുന്ന സസ്പെൻഷനാണ്. ബട്ട് അത്ര പ്രീമിയംനെസ് ഇതിലുണ്ടാവില്ല, അതായത് അതിൻ്റെ എലമെൻസും കാര്യങ്ങളൊന്നും അത്ര പ്രീമിയം ആയിരിക്കില്ല. ബട്ട് ഇന്നലെ പ്ലഷ് ഫീലാണ് ഓവറോൾ നമുക്ക് എക്സ്പ്രസിന് കിട്ടുക. അതിൽ കുറച്ചും ടൂറിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു നേച്ചറാണ് ആ സസ്പെൻഷൻ നമുക്ക് കിട്ടുന്നത്. പിന്നെ അഡീഷണൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, KTM റൈഡ് ബൈ വയർ വരുന്നുണ്ട്, ക്വിക്ക് ഷിഫ്റ്റർ അപ്പ് ഡൗൺ 2 വരുന്നുണ്ട്. പിന്നെ ഇതേ സമയം എക്സ്പൾസിൽ നോർമൽ വയേർഡ് ആക്സിലറേഷനാണ്. അതായത് ഇപ്പോൾ ഒരു വയറും കൂടി, ഒരു കേബിളും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് റിലീസ് ചെയ്യുമ്പോൾ ആ കേബിൾ പോയിട്ട് ടച്ച് ആവും. അങ്ങനെ 2 കേബിളാണ് എക്സ്പ്രസ്സിൽ വരുന്നത്. സോ പഴയതിനേക്കാൾ റെസ്പോൺസ് കുറച്ചും കൂടി, അതായത് സ്മൂത്ത്നെസ് കൂടിയിട്ടുണ്ട് പഴയ എക്സ്പ്രസ് 200 വെച്ച് നോക്കുമ്പോൾ. സോ എക്സ്പ്രസ്സിൽ ക്വിക്ക് ഷിഫ്റ്റർ വരുന്നില്ല, ഇതേ സമയം KTM ക്വിക്ക് ഷിഫ്റ്റർ വരുന്നുണ്ട്. പക്ഷേ രണ്ട് വണ്ടിയിലും സ്ലിപ്പർ ക്ലച്ച് വരുന്നുണ്ട്. അതായത് സ്ലിപ്പർ ക്ലച്ച് എന്താണെന്ന് വെച്ചാൽ, ഏത് ഗിയറിൽ ഇപ്പോൾ ഡൗൺ, ഇപ്പോൾ ഏത് സ്പീഡിലും ഗിയർ മാറ്റുമ്പോൾ ആ ഒരു ബാക്ക് വീല് ലോക്ക് ആവുന്നൊരു പോസിബിലിറ്റി വരുന്നില്ല ഈ സ്ലിപ്പർ ക്ലച്ച് ഉണ്ടാകുമ്പോൾ. പിന്നെ രണ്ട് വണ്ടിയിലും ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നുണ്ട്. പിന്നെ സ്വിച്ചബിൾ ABS വരുന്നുണ്ട്. പിന്നെ മൊബൈൽ കണക്ട് ചെയ്യാൻ പറ്റിയ, അതായത് USB ഒരു സ്ലോട്ട് ഫ്രണ്ടിൽ തന്നെ വരുന്നുണ്ട് രണ്ട് ബൈക്കിലും. സോ രണ്ട് ബൈക്കിലും ഏകദേശം അഡീഷണൽ ഫീച്ചേഴ്സ് സെയിം ആയിട്ടാണ് വരുന്നത്, എക്സെപ്റ്റ് റൈഡ് ബൈ വയറും പിന്നെ ക്വിക്ക് ഷിഫ്റ്ററും, അതായത് അഡീഷണൽ ആയിട്ട് വരുന്നതാണ് KTM. സോ അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതിൻ്റെ എർഗണോമിക്സും രണ്ട് ബൈക്കും തമ്മിൽ ഒരു എർഗണോമിക്സിൽ എന്തൊക്കെയാണ് ഡിഫറൻസ്, പിന്നെ അതിൻ്റെ റൈഡിങ് കംഫർട്ട് എന്തൊക്കെയാണ്, അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് തിങ്, സീറ്റ് ഹൈറ്റ്. സോ എക്സ്പൾസിനേക്കാളും കുറച്ചും കൂടി ലോ സീറ്റ് ഹൈറ്റാണ് KTM. സോ എക്സ്പൾസ് നല്ല കുഷ്യൻഡ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് സീറ്റാണ്. ഇതേസമയം KTM വരുന്നത് കുറച്ച് സ്റ്റിഫർ ആയിട്ടുള്ള സീറ്റാണ്. സോ രണ്ടിന് ഹാൻഡിൽ ബാർ പൊസിഷൻ ഏകദേശം സെയിം ആണ്, ഈക്വലാണ്, വലിയ ഡിഫറൻസ് ഒന്നുമില്ല. സോ എക്സ്പൾസിന് ഹാൻഡിൽ ബാർ കുറച്ചും കൂടി ക്വാളിറ്റി കൂട്ടി, അതായത് ആ സെൻറ്റർ പോർഷൻ കുറച്ച് തിക്കൻ ചെയ്തിട്ട് സൈഡിലേക്ക് വരുമ്പോൾ കുറച്ച് തിന്നായിട്ട് വരിക. പഴയ എക്സ്പൾസ് പോലെ ഒറ്റ തിക്നെസ് അല്ല വരുന്നത്. അതായത് നമ്മൾ ഒരു ക്രാഷൊക്കെ ആകുമ്പം അങ്ങനെ ബെൻഡാവാൻ ചാൻസ് കുറച്ച് കുറവാണ്. പിന്നെ നേരത്തെ ഡിസ്കസ് ചെയ്താണ് റൈഡിങ് ട്രയാങ്കിൾ. അപ്പോൾ നേരത്തെ നമ്മൾ ആ പോയിന്റ് പറഞ്ഞാണ്, അതായത് റൈഡിങ് ട്രയാങ്കിൾ വേറെ ഒന്നുമില്ല, നമ്മൾ ഇരിക്കുന്ന പൊസിഷനും ഫുഡ് പെഗും പിന്നെ ഹാൻഡിൽ ബാറും, ഈ മൂന്ന് പൊസിഷൻ തമ്മിലുള്ള ഒരു ലൈൻ വരച്ചെങ്കിൽ ഉണ്ടാവും, അതാണ് ഈ റൈഡിങ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്പൾസിലെ റൈഡിങ് ട്രയാങ്കിൾ കുറച്ചും കൂടി എന്താ പറയുക കംഫർട്ട് കൊടുക്കും നമ്മൾ. കാരണം ഫുഡ് പെഗ് ലോവർ ആയിട്ട് കുറച്ച് ബാക്കോട്ടേന് പൊസിഷൻ ചെയ്തിട്ടുണ്ട്.
അപ്പം ലോവർ ആയിട്ട് പൊസിഷൻ ചെയ്യുമ്പോൾ അവർക്ക് അത്ര ഒരു ക്രംബിൾഡ് ഫീലിംഗ് വരില്ല നമ്മൾക്ക് ഓടിക്കുമ്പം. ഇതന്നെ എക്സ്പൾസ് ഇതന്നെ KTM വരുമ്പം കുറച്ച് ഹൈ ആയിട്ടാണ് ഫുഡ് പെക്കിൻ്റെ പൊസിഷൻ, പിന്നെ കുറച്ച് ബാക്കോട്ടാണ്. അപ്പം നല്ല ടോളായ ആൾക്കാർക്ക് KTM ഓടിക്കുമ്പോൾ കുറച്ചൊരു ഡിഫിക്കൽട്ട് ഫീൽ ചെയ്യും. അത് ലോങ് ടൂറിങ് പോകുമ്പം നീൻ്റെ ആ ഒരു പൊസിഷനിൽ കുറച്ചൊരു ക്രംബിൾഡ് ഫീലിംഗ് നമ്മൾ ഫീൽ ആവും. ഇത് തന്നെ എക്സ്പൾസിൽ ഇപ്പോൾ കുറച്ച് ടോളായ ആൾക്കാർക്കും ഈസി ആയിട്ട് നമ്മൾക്ക് ലോങ് ടൂറിങ് ചെയ്യുമ്പോൾ ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമായിരിക്കും. അതുമാത്രമല്ല റൈഡിങ് സ്റ്റാൻസ് നോക്കുമ്പോൾ എക്സ്പൾസിൽ കുറച്ച് റിലാക്സ്ഡ് പൊസിഷൻ ആയിരിക്കും. ഇതേസമയം KTM കുറച്ചൊരു അഗ്രസീവ് ഒരു മുന്നിലേക്ക് കുഞ്ഞിരിക്കുന്ന ഒരു അഗ്രസീവ് ലൈറ്റ് ഒരു അഗ്രസീവ് പൊസിഷൻ നമുക്ക് ഫീൽ ആവും. സോ കംഫർട്ട് വൈസ് അപ്പോൾ ടോളർ റൈഡർ ആണെങ്കിൽ എനിക്ക് തോന്നും പോലെ എക്സ്പൾസ് ആയിരിക്കും കുറച്ചും കൂടി കംഫർട്ട് കൂടുതൽ. സോ ഗ്രൗണ്ട് ക്ലിയറൻസ് രണ്ട് ബൈക്കിനും ഏകദേശം സിമിലർ ആയിട്ടാണ് വരുന്നത്, വലിയൊരു ഡിഫറൻസും വരില്ല. സോ നമ്മളൊരു ഹാർഡ് കോർ ഓഫ് റോഡ് ചെയ്യുന്നവർക്കാണ് ഈ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ പ്രയോറിറ്റി വരുന്നത്. നോർമൽ ഓഫ് റോഡ് ചെയ്യുന്നവർക്ക് ഇതൊന്നും ഗ്രൗണ്ട് ക്ലിയറൻസ് വലിയ എഫക്റ്റ് വരും. കാരണം നോർമൽ അഡ്വഞ്ചർ ബൈക്കിന് കുറച്ച് അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടാവും കമ്പയർ ടു ഇപ്പോൾ ഈ സ്പ്ലെൻഡറൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് രണ്ട് ബൈക്കിനും ഉണ്ട്. പിന്നെ ടയേഴ്സ് രണ്ട് ബൈക്കിലും ഇപ്പോൾ അതായത് KTM കുറച്ചുകൂടി പ്രീമിയം ടയേഴ്സ്, കുറച്ച് വൈഡ് ആയിട്ടുള്ള ടയേഴ്സാണ്. വേറാസ് എക്സ്പൾസിൽ കുറച്ച് അത്ര ഒരു വൈഡായ ടയറല്ല, ബട്ട് ഓഫ് റോഡ് ഫോക്കസ്ഡ് ടയറാണ് വരുന്നത്. രണ്ടിലും ഓഫ് റോഡ് ഫോക്കസ്ഡ് ടയറാണ്. ബട്ട് എക്സ്പൾസിൽ കുറച്ചും കൂടി ഒരു ബട്ടൺ നിങ്ങൾക്ക് ഫീൽ ആവും. ഓഫ് റോഡ് ടയേഴ്സിൻ്റെ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് കിട്ടും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എക്സ്പൾസ് കുറച്ചും കൂടി ഒരു ഓഫ് റോഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിളായിട്ട് ഫീൽ ആവും. പിന്നെ നമ്മൾ കമ്പയർ ചെയ്യുന്നത് മൈലേജ് ആണ്, അതായത് ഫ്യൂൽ എഫിഷ്യൻസി. സോ കമ്പയർ ടു KTM എക്സ്പൾസ് നല്ലൊരു ഫ്യൂൽ എഫിഷ്യൻസി തരുന്ന ഒരു എഞ്ചിനായിരിക്കും. കാരണം 210cc കുറച്ച് CC കുറവാണ്. പിന്നെ പൊതുവെ ഹീറോൻ്റെ ബൈക്സുകളൊക്കെ നല്ല മൈലേജ് തരുന്ന വണ്ടികളാണ്. സോ KTM അത്ര ഒരു മൈലേജ് കിട്ടില്ലെങ്കിലും എനിക്ക് തോന്നുന്ന പോലെ ഒരു 30-35 വരെയും നല്ല വൃത്തി കൂടിച്ചാൽ 35 ഈസി ആയിട്ട് കിട്ടും KTM 250. ബട്ട് എക്സ്പൾസ് എങ്ങനെ ഒരുവിധം ഒരു കുറച്ച് റാഷ് ഡ്രൈവ് അല്ലെ നോർമൽ റൈഡിങ് ഒക്കെ ആകുമ്പോൾ എനിക്ക് തോന്നുമ്പോൾ ഒരു നിയർ ടു 40 കിട്ടാൻ ചാൻസ് ഉണ്ട് എക്സ്പൾസ് 210. നല്ല വൃത്തിക്ക്, അതായത് നല്ല മെയിൻറ്റെയിൻ നല്ല വൃത്തിക്ക് സ്മൂത്ത് ആയിട്ട് ഓടിച്ചാൽ ഇതുപോലെ 42-43 വരെയും പോകാൻ ചാൻസ് ഉണ്ട് എക്സ്പൾസ് 210. പിന്നെ സർവീസും റിലയബിലിറ്റിയും, അതായത് ഹീറോൻ്റെ സർവീസ് നിങ്ങൾക്ക് അറിയാലോ, നല്ല ഇന്ത്യ മുഴുവൻ വ്യാപിച്ചെടുക്കുന്ന സർവീസ് നെറ്റ്വർക്കാണ് ഹീറോൻ്റെ. KTM അത്ര ഒരു ഹീറോനെ ഒരു കോമ്പീറ്റ് ചെയ്യുന്ന രീതിയിൽ സർവീസ് നെറ്റ്വർക്ക് ഇല്ല. പിന്നെ സർവീസ് കോസ്റ്റ് ആകട്ടെ അത് ഹീറോൻ്റെ ആണ്, നല്ല ചീപ്പാണ്. പാർട്സൊക്കെ വളരെ ചീപ്പാണ് കമ്പയർ ടു KTM. പിന്നെ വേറൊരു പുതുമ കൊണ്ടുവന്നത് എന്ന് വെച്ചാൽ നല്ലൊരു കാര്യമാണ് ഹീറോ കൊണ്ടുവന്നത്. അതായത് മുമ്പ് 3 months ആണ് സർവീസ് ബ്രേക്ക് വരുന്നത്. ഇപ്പോൾ ഉള്ള എക്സ്പൾസിന് വരുന്നത് 6 months ആണ് ആ സർവീസ് ബ്രേക്ക്. ഒരു സർവീസിന് നെക്സ്റ്റ് സർവീസിലേക്ക് 6 months ബ്രേക്ക് ഉണ്ട്, ഒരു ഗ്യാപ്പ് ഉണ്ട്. KTM തന്നെയാണ് ഇപ്പോൾ 6 months ആണ് ഗ്യാപ്പ് വരുന്നത്. സോ സർവീസ് ഇൻ്റർവെല്ലും അതായത് ഏകദേശം ബൈക്കിന് സെയിം ആണ്. ബട്ട് സർവീസ് കോസ്റ്റും പാർട്സിൻ്റെ കോസ്റ്റും KTM നല്ല ഹൈ ആയിരിക്കും കമ്പയർ ടു ഹീറോ. സോ നെക്സ്റ്റ് പ്രൈസ് വെച്ച് നോക്കുമ്പം അതായത് എക്സ്പൾസ് ഓൺ റോഡ് പ്രൈസ് ഏകദേശം 2.3 lakh, അതായത് 2,30,000 ആണ് ഓൺ റോഡ് വരുന്നത്. ഏകദേശം ഒരു റീജിയൻസ് ഒക്കെ ഇപ്പോൾ തമിഴ്നാട്, കേരള, കർണാടക ഈ പ്രൈസ് തന്നെ ആയിരിക്കും. കർണാടക ടാക്സ് കൂടുതലാണെന്ന് തോന്നുന്നു. തമിഴ്നാട്ടിൽ ഈ പ്രൈസാണ് വരുന്നത്. ഞാൻ കോയമ്പത്തൂരുള്ളത്. തമിഴ്നാട്ടിൽ ഏകദേശം 2,30,000 ആണ് എക്സ്പൾസിൻ്റെ റേറ്റ്. ഇത് തന്നെ KTM പോകുമ്പോൾ ഏകദേശം 3,10,000 വരുന്നുണ്ട് KTM 250 ഓൺ റോഡ് പ്രൈസ്. സോ വിച്ച് ഈസ് ബെറ്റർ വാല്യൂ ഫോർ മണി? എനിക്ക് തോന്നും പോലെ എക്സ്പൾസ് 210 ആയിരിക്കും വാല്യൂ ഫോർ മണി വരുമ്പം നിങ്ങൾ ചൂസ് ചെയ്യേണ്ട വണ്ടി. കാരണം ഒരു 2,30,000 നല്ലൊരു ഫീച്ചർ ആണ്, നല്ലൊരു വണ്ടിയാണ് അത് എക്സ്പൾസ്. പഴയ വണ്ടീനേക്കാൾ എത്രയോ ബെറ്ററാണ് ഇപ്പോൾ എക്സ്പൾസ് 210. ബട്ട് ഒരു പ്രീമിയം ലുക്ക്, ഒരു തക്കാറ ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 70,000-80,000 എക്സ്ട്രാ സ്പെൻഡ് ചെയ്തിട്ട് KTM എടുക്കാം. സോ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും കവർ ചെയ്തു. അപ്പം ഞാൻ ഇപ്പോഴും എന്നിട്ട് കൺഫ്യൂസ്ഡ് ആണ് ഏത് വണ്ടി വാങ്ങണമെന്ന്. ഇതേ കൺഫ്യൂഷൻ നിങ്ങൾക്കും ഉണ്ടാവും. സോ ഒന്നുകൂടി നമുക്ക് ഒരു ഇത്രയും ഡിസ്കസ് കാര്യങ്ങൾ ഒന്ന് ജസ്റ്റ് ഫാസ്റ്റായിട്ട് പോവാം. അതായത് നിങ്ങൾക്കൊരു ഓഫ് റോഡ് ഫോക്കസ്ഡ്, അതായത് ഒരു 70%, അതായത് 55 എടുക്കാം. 50% ഓഫ് റോഡ്, 50% ഡെയിലി കമ്മ്യൂട്ടും പിന്നെ അത്യാവശ്യം ടൂറിങ് ചെയ്യാൻ പറ്റിയ ഒരു പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് നോക്കുന്നതെങ്കിൽ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ നോക്കുന്നെങ്കിൽ എക്സ്പൾസ് പോവാം. ഇതേസമയം ഒരു പ്രീമിയം ലുക്ക് വേണം, അല്ലെങ്കിൽ ഒരു ദക്കാർ റാലി പോലത്തെ ഒരു ലുക്ക് വേണം, പബ്ലിക്കിൽ നിന്നുള്ള അട്രാക്ഷൻ വേണം, ഒരു നല്ലൊരു അറ്റൻഷൻ പോകണം വണ്ടി എടുത്ത് പുറത്തിറങ്ങിയാൽ, അങ്ങനെ ഒരു എയിമിലാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഉറപ്പായും KTM പോകുന്നതായിരിക്കും ബെറ്റർ. നിങ്ങൾ ഒരിക്കലും ഒരു ഡിസാറ്റിസ്ഫൈ ആവില്ല KTM പോയാൽ, ഈ ഒരു തിങ്കിങ്ങിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ.
അപ്പം ഇതാണ് മെയിൻ ഡിഫറൻസ് ഈ രണ്ട് വണ്ടിയും തമ്മിൽ. പിന്നെ നല്ല KTM നല്ല ടൂറിങ് ഫ്രണ്ട്ലിയാണ് അത്യാവശ്യം. അത്ര ഒരു ടൂറിങ് ഫ്രണ്ട്ലിനെസ് എക്സ്പൾസിൽ കിട്ടുമെന്ന് അറിയില്ല. ബട്ട് പുതിയ എക്സ്പൾസ് വന്നത് നല്ലൊരു പഴയതിനേക്കാളും ഫാർ ബെറ്ററാണ് ടൂറിങ്ങിലൊക്കെ. സോ പ്രൈസ് വൈസ് നല്ല അത്യാവശ്യം 70,000 80,000 ഡിഫറൻസ് ഉണ്ട് രണ്ട് വണ്ടിയും തമ്മിൽ. ഞാൻ ഏതെങ്കിലും ഇപ്പോൾ ഒരു മേ ബി 2-3 months ശേഷം ഞങ്ങൾ വണ്ടി വാങ്ങാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ വണ്ടി വാങ്ങിയെങ്കിൽ ആ കാര്യങ്ങളും നിങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പം നിങ്ങളും ഏതെങ്കിലും വണ്ടി വാങ്ങിയെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. അപ്പം ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. സോ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം. സോ ടിൽ ദെൻ ബൈ.